ദോശ വെച്ച് റോസാപ്പൂ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ബീട്രൂട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 4 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയിലുള്ള കട്ടകളൊക്കെയും ഉടച്ച് കൊടുക്കുക. മാവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പാനിൽ നന്നായി ചുറ്റിച്ചെടുക്കുക. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല കനം കുറച്ച് വേണം ദോശ റെഡിയാക്കി എടുക്കാനായിട്ട്. ബീട്രൂട്ട് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ദോശകൾക്ക് റെഡി ആയിട്ടുണ്ട്. ദോശയുടെ ഒരു പുറത്ത് നന്നായിട്ട് ന്യൂട്ടെല്ല തേച്ച് കൊടുക്കുക. അതിനുശേഷം ദോശ അങ്ങനെ മടക്കി കൊടുക്കുക. വേറെ ദോശ എടുത്ത് അതിലേക്ക് ജാമ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ദോശ നന്നായിട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ തന്നെ വേറൊരു ദോശ എടുത്ത് അതിലേക്ക് ന്യൂട്ടെല്ല തേച്ച് കൊടുക്കുക. ദോശ മടക്കി എടുക്കുക. അതിനുശേഷം 3 ദോശകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് അതിലേക്ക് ജാമ് തേച്ച് കൊടുക്കുക. സൈഡിൽ ജാമ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ദോശ റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ദോശ വെച്ചുള്ള റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദോശകളും വെച്ച് പൂക്കൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ റോള് കട്ട് ചെയ്തെടുക്കാം. രുചികരമായ ദോശ വെച്ചിട്ടുള്ള റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വാലൻറ്റൈൻസ് ഡേക്ക് ട്രൈ ചെയ്ത് നോക്കുക.